എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ ആത്മീയതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എന്താണ് മനസ്സിൽ വരുന്നത്? ഒറ്റയ്ക്കിരുന്നുള്ള ധ്യാനമാണോ? എന്നാൽ 1959 ഒരു സന്ദേശം ഇതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. ആത്മീയത എന്ന് പറയുന്നത് ഒറ്റയ്ക്കിരിക്കലല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുന്നതാണ് എന്ന സന്ദേശം. കാലം എത്ര കഴിഞ്ഞാലും ഈ ഒരു ചിന്തയ്ക്ക് ഒട്ടും പ്രസക്തി കുറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കതിലേക്ക് ആഴ്ന്നിറക്കി നോക്കിയാലോ? അപ്പോൾ നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ശരിക്കുമുള്ള സന്തോഷം എവിടെയാണ്? നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുമ്പോഴാണോ അത് കിട്ടുന്നത്, അതോ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴാണോ? ഈയൊരു ചോദ്യമാണ് നമ്മളിന്ന് അന്വേഷിക്കാൻ പോകുന്നത്. ആത്മീയതയെക്കുറിച്ച് നമുക്കിടയിൽ സാധാരണയായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് രോഹൻ എന്നു പേരുള്ള ഒരാളുടെ കഥ നോക്കാം. 4 ചുമരുകൾക്കുള്ളിൽ സമാധാനം തേടുന്നയൊരാൾ. ഒരുപക്ഷേ രോഹന്റെ ഈ ചിന്തകൾ നമ്മളിൽ പലർക്കും എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുള്ള ഒന്നായിരിക്കാം. ഇവിടെ നോക്കൂ, രോഹൻ ഒരു മുറിയിൽ കണ്ണടച്ചിരിക്കുകയാണ്. പുറത്തെ ലോകം, അവിടുത്തെ വിഷമങ്ങൾ, സഹായം ചോദിച്ചുള്ള വിളികൾ, ഇതൊന്നും അയാൾ കേൾക്കുന്നില്ല. അയാൾക്ക് വേണ്ടത് സ്വന്തം മോക്ഷം മാത്രം. ഈശ്വരൻ എന്നാൽ വിഗ്രഹങ്ങളിലും മന്ത്രങ്ങളിലും മാത്രമാണെന്ന് അയാൾ വിശ്വസിക്കുന്നു. ലോകത്തിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചോടുന്നതാണ് ജ്ഞാനോദയമെന്നും അയാൾ തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ ഈ ഓട്ടത്തിൽ അയാൾക്കെന്താണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത്? ഇവിടെയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം മനസ്സിലാക്കേണ്ടത്. എന്താണെന്നുവെച്ചാൽ, സ്വാർത്ഥമായ ഭക്തിക്കൊരിക്കലും ഈശ്വരനിലേക്ക് എത്താൻ പറ്റില്ല. രോഹന്റെ രീതിയിലെ ഏറ്റവും വലിയ തെറ്റും ഇതുതന്നെയാണ്. തനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ യഥാർത്ഥ അർത്ഥം തന്നെ ഇല്ലാതാവുന്നു. അതായത് ആത്മീയതയെക്കുറിച്ച് നമ്മൾ പൊതുവെ ചിന്തിക്കുന്ന രീതിയെ തന്നെ ഇത് മാറ്റിമറിക്കുകയാണ്. ആത്മീയത ഒരുതരം ഒളിച്ചോട്ടമല്ല, മറിച്ച് അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. നമുക്ക് ചുറ്റുമുള്ളവരോടുള്ള കടമകൾ നമ്മൾ എപ്പോഴാണോ നിറവേറ്റാൻ തുടങ്ങുന്നത്, അപ്പോഴാണ് യഥാർത്ഥ ആത്മീയത തുടങ്ങുന്നത്. ശരി, അപ്പോൾ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഇവിടെയാണ് കഥയിൽ ഒരു വഴിത്തിരിവ് വരുന്നത്. ആ ഇടുങ്ങിയ ചിന്തകളെല്ലാം തകർത്തെറിയുന്ന വളരെ ശക്തമായ ഒരു പുതിയ ആശയം കടന്നുവരികയാണ്. ഇതിനെയാണ് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യ പ്രായോഗിക ആത്മീയത എന്ന് വിളിച്ചത്. 1959 അദ്ദേഹം നൽകിയ സന്ദേശത്തിന്റെ കാതലും ഇതുതന്നെയായിരുന്നു. അതായത്, വിഷമിക്കുന്ന മനുഷ്യരെ സേവിക്കാതെ നമ്മുടെ പൂജയോ പ്രാർത്ഥനയോ ഒന്നും പൂർണ്ണമാവില്ല. കാരണം ഓരോ ജീവനുള്ള വസ്തുവിലും ഈശ്വരനുണ്ട്. അതാണ് ആ സന്ദേശത്തിന്റെ സാരം. എത്ര ലളിതവും എന്നാൽ ശക്തമായ ഒരു ആശയമാണിത്, അല്ലേ? ജനങ്ങളെ സേവിക്കുന്നതാണ് യഥാർത്ഥ ഈശ്വരപൂജ. നമ്മൾ മറ്റൊരാളുടെ കണ്ണുനീർ തുടയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നല്ല വാക്കു പറയുമ്പോൾ, നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ സന്തോഷമാണ് അവിടെ ഉണരുന്നത്. അപ്പോ സേവനം എന്ന് പറയുന്നത് വെറുമൊരു സോഷ്യൽ വർക്കല്ല, അത് നമ്മുടെ ആത്മാവിനു വേണ്ടിയുള്ള പോഷണമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും ആന്തരികമായി വളരുന്നത്. ഇനി നമുക്ക് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ, അതായത് ഗുരുദേവന്റെ വാക്കുകൾ നമുക്ക് നേരിട്ട് കേൾക്കാം. അത് നമ്മുടെ ചിന്തകൾക്ക് കൂടുതൽ വ്യക്തത തരും. ഇതൊരു ശക്തമായ ആഹ്വാനമാണല്ലേ? ആത്മീയത എന്നത് പൂജാമുറിയിലെ ചടങ്ങുകളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല, ജീവിതം തന്നെ ഉദാത്തവും സേവനപരവുമാക്കുന്നതിലാണ് അതിന്റെ അർത്ഥം. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന്, ആ പൂജാമുറിയിൽ നിന്ന് പുറത്തിറങ്ങി സമൂഹത്തിന് നമ്മൾ എവിടെയാണ് ആവശ്യമെന്ന് കണ്ടെത്താനാണ് ഗുരുദേവൻ പറയുന്നത്. ഇത് വളരെ പ്രായോഗികമായ ഒരു നിർദ്ദേശമാണ്. സേവനം ചെയ്യാൻ നമുക്കൊരുപാട് പണമോ പദവിയോ ഒന്നും വേണ്ട. നമ്മുടെ കയ്യിലുള്ളതെന്താണോ, കുറച്ചറിവാകാം, അല്ലെങ്കിൽ പണം, അല്ലെങ്കിൽ നമ്മുടെ സമയം, എന്തിന് ഒരു പുഞ്ചിരി പോലും, അത് മറ്റൊരാൾക്ക് വേണ്ടി പങ്കുവയ്ക്കാനാണ് ഗുരുദേവൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈ സന്ദേശത്തിന്റെ എല്ലാം സംഗ്രഹം ഈ ഒരൊറ്റ വാചകത്തിലുണ്ട്: നരസേവയാണ് നാരായണസേവ. അതായത്, മനുഷ്യനെ സേവിക്കുന്നത് സാക്ഷാൽ ഈശ്വരനെ സേവിക്കുന്നതിന് തുല്യമാണ്. ഇതിലും ലളിതമായി ഈ ആശയം എങ്ങനെയാണ് പറഞ്ഞുതരാൻ കഴിയുക? അപ്പോൾ ഈ അറിവ് രോഹന്റെ ജീവിതത്തെ എങ്ങനെയാവും മാറ്റിമറിച്ചത്? പ്രായോഗിക ആത്മീയത എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈയൊരു തത്വം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക? ഒന്നാമതായി, ഞാൻ എന്റേത് എന്ന ചെറിയ ചിന്തയിൽ നിന്ന് മാറി നമ്മൾ എന്ന വലിയൊരു ലോകത്തേക്ക് വരണം. പിന്നെ നമുക്ക് ചുറ്റുമുള്ളവരുടെ വിഷമങ്ങളിൽ പങ്കുചേരണം. കാരണം മറ്റുള്ളവരെ സഹായിക്കുക എന്നത് നമ്മുടെ ആത്മാവിന്റെ ഒരടിസ്ഥാന സ്വഭാവം തന്നെയാണ്. നമ്മളത് തിരിച്ചറിയുന്ന നിമിഷം സന്തോഷം നമ്മളെ തേടി തനിയെ വരും. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തു നോക്കാം. ഭക്തി എന്ന് പറയുന്നത് പരോപകാരത്തിൽ കൂടിയാണ് പ്രകടമാവേണ്ടത്. വിഷമിക്കുന്ന ഓരോ മനുഷ്യനിലും ഈശ്വരനെ കാണാൻ നമുക്ക് കഴിയണം. പിന്നെ നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചു തീർക്കുന്ന ജീവിതം പാടാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ മറ്റൊരാളുടെ സന്തോഷത്തിനൊരു കാരണമാകുമ്പോൾ യഥാർത്ഥ ആനന്ദം എന്താണെന്ന് നമ്മളറിയും. അതുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതാണ്: ഇന്ന് നിങ്ങളുടെ ആ സുരക്ഷിതമായ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി
സഹായം ആവശ്യമുള്ള ഒരാൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ ഒരു ചെറിയ കാൽവെപ്പ് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആത്മീയ യാത്രയുടെ തുടക്കമായിരിക്കും.